ഹലോ. ജപ്പാനിലെ വേനൽക്കാല സുന്ദരി ഏതാന്ന് നിങ്ങൾക്ക് അറിയാമോ? എനിക്കറിയത്തില്ല, നീ പറ. അത് നഗാനോയാണ്. നഗാനോയിലെ ഏറ്റവും ഫേമസ് ആയ സ്പോട്ട് ഹക്കൂബയാണ്. സമ്മറിലും വിന്ററിലും ഒരേപോലെ ബ്യൂട്ടിയാണ് ഹക്കൂബ കാണാൻ വേണ്ടിട്ട്. ഈ പ്രാവശ്യത്തെ ഞങ്ങളുടെ സമ്മർ ട്രിപ്പ് ഹക്കൂബയിലേക്കാണ്. അപ്പോ വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് ജപ്പാൻ ലവ് സ്റ്റോറി. ഈ ട്രിപ്പിന് ഞങ്ങൾ മാത്രമല്ല കേട്ടോ, ഞങ്ങളുടെ ഒരു വലിയ ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് തന്നെയുണ്ട് കേട്ടോ. ലച്ചുട്ടിയും ഹെയ്സലും എയ്തനും വേദയും പിന്നെ അവരുടെ പേരൻസും വേറെ കുറച്ച് ഫ്രണ്ട്സും എല്ലാം കൂടെ കൂട്ടിയിട്ട് ഒരു 22 പേരുണ്ട്. ഞങ്ങളെല്ലാവരും കൂടി ഒരു 8 കാറിലായിട്ടാണ് ഹക്കൂബയിലേക്ക് പോയത്. എല്ലാവരും യാത്ര പുറപ്പെട്ടത് ഓരോരോ സമയത്താണ്. അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ഇങ്ങനെ കുട്ടി മീറ്റിംഗ് പോയിന്റ്സ് ഒക്കെ ഉണ്ടാവാറുണ്ട്. ഞങ്ങൾ തികച്ചും അപ്രതീക്ഷിതമായിട്ടാണ് ആ വാട്ടർഫോൾ കണ്ടത്. ഞങ്ങൾ സ്നിഗിലും മുന്നിലും ബാക്കിലുമായി പോയിക്കൊണ്ടിരുന്നത് കൊണ്ട് തന്നെ അവിടെ ഇറങ്ങി ആ വാട്ടർഫോൾ ഒന്ന് ജസ്റ്റ് കണ്ടിട്ടാണ് വന്നത്. വാട്ടർഫോൾ അടിപൊളിയായിരുന്നു. പക്ഷെ അതിൻ്റെ താഴെ ഒഴുകിക്കൊണ്ടിരുന്ന പുഴ ശരിക്കും അതിൻ്റെ ഒരു രുദ്രഭാവത്തിലായിരുന്നു. ഹക്കൂബ ഏതാണ്ട് 300 കിലോമീറ്ററോളം ദൂരെയായിരുന്നേ. അതുകൊണ്ട് തന്നെ ആ ലോങ് ഡ്രൈവിനിടയ്ക്ക് ഞങ്ങൾക്ക് ഇങ്ങനത്തെ കുട്ടി ബ്രേക്സ് ആവശ്യമായിരുന്നു. അതുകൊണ്ട് ഇങ്ങനത്തെ മീറ്റിംഗ് പോയിന്റ്സ് ഒക്കെ ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാവോ, ജപ്പാനിലെ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ആപ്പിൾ കിട്ടുന്നത് നഗാനോ പ്രിഫെക്ചറിലാണ്. ഹക്കൂബ സ്ഥിതി ചെയ്യുന്നതും ഈ നഗാനോ പ്രിഫെക്ചറിലാണ്. അതുകൊണ്ട് തന്നെ ആ പ്രിഫെക്ചറിൽ കയറിയപ്പോൾ തൊട്ട് ഞങ്ങൾ ആപ്പിളും മുന്തിരിയെല്ലാം കണ്ടാണ് പോകുന്നത്. ജപ്പാനിൽ ലാൻഡ് കുറവാണെങ്കിലും ഇവർ കൾട്ടിവേഷന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരാണ്. ഇവിടുത്തെ ഫാമേഴ്സിന്റെ ഡെഡിക്കേഷൻ കൊണ്ടും പിന്നെ ഇവിടുത്തെ അഡ്വാൻസ് ടെക്നോളജി ഉപയോഗിച്ച് ഇവിടുത്തെ ആ കുറഞ്ഞ ലാൻഡിൽ ഇവരെ മാക്സിമം വേൾഡ് ക്ലാസ് ക്വാളിറ്റി ഉള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കൾട്ടിവേറ്റ് ചെയ്യാറുണ്ട്. പിന്നെ ജപ്പാനിലെ കൾട്ടിവേഷൻ ഫുഡ് സപ്ലൈക്ക് വേണ്ടി മാത്രമുള്ളതല്ല, ടൂറിസത്തിനും അതിന് വലിയ പങ്കുണ്ട്. ഉദാഹരണത്തിന് ഓട്ടം സീസണിലെ ആപ്പിൾ പിക്കിംഗ്, സമ്മർ സീസണിലെ ഗ്രേപ്പ് പിക്കിംഗ്, ഇതൊക്കെ ഇവിടുത്തെ ആൾക്കാർക്കും ടൂറിസ്റ്റുകൾക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ടതാണ്. അങ്ങനെ ഒരു 6-7 മണിക്കൂറത്തെ ട്രാവലിങ്ങിന് ശേഷം ഞങ്ങൾ ഞങ്ങളുടെ ഫൈനൽ മീറ്റിംഗ് പോയിന്റിലെത്തി. ഇവിടെ എല്ലാവരും ഉണ്ട്, ഞങ്ങളുടെ ഫുൾ ടീം. ആദ്യമൊക്കെ എത്തിയത് ജാക്സണും നീതു ആണെങ്കിൽ ലാസ്റ്റ് എത്തിയത് ഞങ്ങളാണ്. എന്തായാലും ഇവിടുന്ന് നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണേ. ഫുൾ കോടമഞ്ഞൊക്കെ കയറി എവിടെ നോക്കിയാലും പച്ചപ്പുള്ള ഹക്കൂബയിലെ ഞങ്ങളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ഹക്പോണയായിരുന്നേ. ഒരു പോപ്പുലർ വിന്റർ ഡെസ്റ്റിനേഷനായ ഹക്കൂബയിൽ സമ്മർ കാലത്ത് മൊത്തം ഈ റോപ്പ് വേ ഒക്കെ കയറി മുകളിൽ പോയിട്ട് വ്യൂ പോയിന്റ്സ് ഒക്കെ കാണുന്ന പരിപാടിയാണ്. അങ്ങനെ ഒരു 3 റോപ്പ് വേ കയറി മുകളിലെത്തി ഹപ്പോ പോണ്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഹപ്പോണയിൽ എത്തിയിരിക്കുന്നത്. വ്യത്യസ്തമായ 3 റോപ്പ് വേ കയറി ആ മലയുടെ മുകളിൽ നിന്ന് ഒരു 90 മിനിറ്റ്സ് ആ മല ഹൈക്ക് ചെയ്ത് കയറി കഴിയുമ്പോൾ മലയുടെ നടുക്ക് ഒരു പോണ്ടുണ്ട്, ഹപ്പോ പോണ്ട്. ഇത് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ എല്ലാവരും നിൽക്കുന്നത്. പക്ഷേ മഴ ചതിച്ചു. ഞങ്ങൾക്ക് പോവാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പോവാൻ മനസ്സുണ്ടെങ്കിലും അവർ ഞങ്ങളെ കയറ്റി വിട്ടില്ല, അതാണ് സത്യം. പക്ഷെ ഞങ്ങൾ തളർന്നില്ല. ഞങ്ങൾക്ക് എപ്പോഴും ഒരു പ്ലാൻ ബി ഉണ്ട്. ഞങ്ങൾക്കല്ല, ഞങ്ങളുടെ ടൂർ കോർഡിനേറ്റർക്ക്. ഈ പ്രാവശ്യത്തെ ട്രിപ്പൊക്കെ ഏകദേശം പ്ലാൻ ചെയ്തത് ജാക്സൺ ആണ്. അപ്പോൾ പിന്നെ എന്തായാലും പെർഫെക്റ്റ് പ്ലാനിങ് ആയിരിക്കുമല്ലോ. ഇത് ഒയ്തേ പാർക്ക് ഞങ്ങളുടെ ലിസ്റ്റിലുണ്ടായിരുന്ന സ്ഥലം തന്നെയാണ്. പക്ഷെ പിറ്റേ ദിവസം വൈകിട്ട് സമയം ഉണ്ടെങ്കിൽ പോവാന്ന് പറഞ്ഞ് വെച്ചതായിരുന്നു. ഹപ്പോണെ ക്യാൻസലായ സ്ഥിതിക്ക് ഇപ്പം ഞങ്ങൾക്ക് ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ, അപ്പോൾ ഈ ഒയ്തേ പാർക്ക് ഒന്ന് കണ്ടേക്കാന്ന് വിചാരിച്ചു. ഇത് നമ്മൾ ശിരക്കാവേ കണ്ടേക്കൂട്ടോ വീടല്ലേ, ഇങ്ങനെ പുല്ലുകൊണ്ട് കട്ടിക്ക് റൂഫൊക്കെ മേഞ്ഞിട്ടുള്ള വീട്.
ഇതുപോലത്തെ വീടുകളൊക്കെ ഈ ഒയ്തേ പാർക്കിന് സമീപത്തായിട്ടുണ്ടായിരുന്നേ. അവിടെ ഇപ്പോഴും ആളുകൾ താമസിക്കുന്ന വീടാണ്. അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് അധികം പോയില്ല. ഈ പച്ചപ്പും മഴയും എല്ലാം കൂടി ആയപ്പോൾ ആകെ മൊത്തത്തിൽ നല്ലൊരു വൈബായിരുന്നേ. ഈ പാലമാണ് ഒയ്തേ പാർക്കിന്റെ ഹൈലൈറ്റ്. ഇതൊരു തൂക്കുപാലമാണ്. പക്ഷെ നമ്മുടെ നാട്ടിലെ തൂക്കുപാലം പോലെ ഇങ്ങനെ ആടുമൊന്നുമില്ല. ആ സസ്പെൻഷൻ ബ്രിഡ്ജും അതിന് താഴെ കൂടി ഒഴുകുന്ന ഈ മനോഹരമായ പുഴയും എല്ലാം കൂടെ കൂട്ടിയിട്ട് ദേ ഈ കാണുന്ന വ്യൂ, ഇതാണ് ഒയ്തേ പാർക്കിന്റെ ഹൈലൈറ്റ്. ഞങ്ങൾ അവിടെ നിൽക്കുമ്പോൾ തന്നെ കുറേ ആളുകൾ ഇതുപോലെ റിവർ റാഫ്റ്റിംഗ് ചെയ്യുന്ന കണ്ടു. റിവർ റാഫ്റ്റിംഗ് ഒക്കെ ഞങ്ങളുടെ പ്ലാനിലും ഉണ്ടായിരുന്നേ. അപ്പം ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ റിവർ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇത് അവിടെ കണ്ടപ്പോൾ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയേ. അവിടെ കൊണ്ടൊന്നും ഒയ്തേ പാർക്ക് അവസാനിച്ചില്ല. ആ കുട്ടി പാർക്കിന് ഒരു അടിപൊളി വ്യൂ പോയിന്റ് ഉണ്ട്. നിറയെ മരങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്ന ഈ കാട് പോലെയുള്ള ഈ കുഞ്ഞു കുന്ന് കയറി കഴിയുമ്പോൾ ഇവിടെ ഒരു അടിപൊളി വ്യൂ പോയിന്റ് ഉണ്ട്. ആ വ്യൂ പോയിന്റിൽ നിന്ന് ആ സ്പെഷ്യൽ വ്യൂ മിസ്സാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ആ മനോഹരമായി ഒഴുകുന്ന പുഴയും കൂടാതെ നമ്മുടെ സസ്പെൻഷൻ ബ്രിഡ്ജും പിന്നെ അങ്ങ് ദൂരെ കാണുന്നത് ജാപ്പനീസ് ആൽപ്സ് ആണ്. ആ മലയുടെ ഭംഗിയും എല്ലാം കൂടെ കൂടിയിട്ട് നല്ല അടിപൊളി ഒരു വ്യൂ തന്നെയായിരുന്നേ. ജാപ്പനീസ് ആൽപ്സിൽ ചെറുതായിട്ട് കോടയൊക്കെ കയറിയിരിക്കുവാണ്. ചില സമയത്ത് വരുമ്പോൾ ചെറുതായിട്ട് മഞ്ഞൊക്കെ മൂടിക്കിടക്കുന്നത് കാണാൻ പറ്റും. നമ്മൾ ഇതിനു മുമ്പ് നഗാനോ വന്നിട്ടുണ്ട്. സ്നോ മങ്കി പാർക്ക് കാണാൻ പോയപ്പോഴും കാമിക്കൊച്ചി പോയപ്പോഴൊക്കെ നഗാന പ്രിഫെക്ചർ ആയിരുന്നു. അന്നൊക്കെ നമുക്ക് ജാപ്പനീസ് ആൽപ്സ് കാണാൻ പറ്റുമായിരുന്നു. ചെറുതായിട്ട് മഞ്ഞൊക്കെ മൂടി നല്ല ഭംഗിയായിട്ട് നമ്മൾ കാമിക്കൊച്ചി പോയപ്പോൾ കണ്ടു. സ്നോ മങ്കി പാർക്കിൽ പോയപ്പോൾ ഫുൾ മഞ്ഞ് മൂടിക്കിടക്കുന്ന ആ വ്യൂവും കണ്ടു. ഇപ്പോൾ ഇതാ കോടയൊക്കെ മൂടിക്കിടക്കുന്ന ആ വ്യൂവും കാണാൻ പറ്റി. ഇത് ലേക്ക് അവോക്കി. അടുത്ത ഡെസ്റ്റിനേഷൻ ലേക്ക് അവോക്കി ആയിരുന്നേ. ലേക്ക് അവോക്കിയിൽ ധാരാളം റിവർ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നേ. കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ എല്ലാവരും എക്സൈറ്റഡ് ആയി. റേറ്റ് എത്രയായാലും വിഷയമല്ല, നമ്മൾ എന്തായാലും റിവർ ആക്ടിവിറ്റി ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ഫുൾ ടീമിനെ വെയിറ്റ് ചെയ്ത് ഞങ്ങൾ ഇരിക്കുവാണേ. ക്രിസ്റ്റൽ ക്ലിയർ ആയ വെള്ളമാണ് അവോക്കിയിലെ പ്രത്യേകത. പിന്നെ നല്ല സണ്ണി ഡേയ്സിലൊക്കെ വരുവാണെങ്കിൽ ഈ മൗണ്ടൻസിന്റെ റിഫ്ലക്ഷനും ഈ വെള്ളത്തിൽ കാണാൻ പറ്റും. എനിക്ക് വേണ്ട, ഞാൻ രണ്ടുപേരെ ഞാൻ രക്ഷിച്ചോളാം. രണ്ടുപേരെ പറ്റൂല. ഒരാള് സജന, ഒരാൾ നേപ്പസ്. ഇനി പറ്റൂല. സ്നിഗിൽ ആ തള്ളി മറിക്കുന്നത് കേട്ട് വിശ്വസിച്ചവരും സംശയിച്ചു നിന്നവരും ഉണ്ട്. പക്ഷെ സത്യത്തിൽ ഈ പ്രാവശ്യം ഞങ്ങളുടെ പണി പാടി. കയാക്കിങ്ങും കനോയിങ്ങും റിവർ റാഫ്റ്റിങ്ങും ഒക്കെ സ്വപ്നം കണ്ടുവന്നവർ ഈ മഴയത്ത് ഇതാ എല്ലാം മടക്കി കെട്ടി തിരിച്ചു പോകാൻ പ്ലാൻ ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്തത് ഒന്നും തന്നെ നടന്നിട്ടുണ്ടായിരുന്നില്ല. അതിന് ആരെയും ബ്ലെയിം ചെയ്യാനും പറ്റില്ല. കാരണം അപ്രതീക്ഷിതമായി ഉണ്ടായ ഈ മഴയാണ്. ചില ദിവസങ്ങൾ അങ്ങനെയാണ്. അപ്പം നമുക്കിനി പറഞ്ഞു നിന്നിട്ട് കാര്യമില്ല. ഇന്നത്തെ ദിവസം വേറൊരു ആക്ടിവിറ്റി നടക്കില്ലെന്ന് മനസ്സിലാക്കി ഞങ്ങൾ റൂമിലേക്ക് പോവാണ്. റൂമിൽ ചെന്നിട്ട് അവിടെ കുറച്ച് അടിപൊളിയാക്കാം എന്ന് വിചാരിച്ചു. നമ്മുടെ ഈ ബിഗ് ടീമിന് ഒന്നിച്ച് താമസിക്കാൻ വേണ്ടിയിട്ട് ഒരു അടിപൊളി Airbnb ആണ് ജാക്സൺ നോക്കി ബുക്ക് ചെയ്തിരിക്കുന്നത്. ഈ റോപ്പ് ഒക്കെ സുഗാക്കിയെ കോയൻ്റെ ആണ്. ഞങ്ങൾ താമസിക്കുന്ന വീട് ഇതാണ്. 1 മിനിറ്റ് അടുത്താണ് സുഗാക്കിയെ കോയൻ.